പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സെമിനാർ പരമ്പരയ്ക്ക് തുടക്കമായി. വിസ്ഡം വേവ്സ് 2026 എന്ന പേരിൽ നടത്തുന്ന സെമിനാർ പരമ്പര കോളേജിലെ വിവിധ വകുപ്പുമായി സഹകരിച്ച് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും ഗവേഷണ കൗൺസിലും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 2 വരെയാണ് സെമിനാർ നടക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ DP ഗോഡ്വിൻ സാംരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഒരു ഗുരുകുല സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ നമുക്കൊന്നും അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും അറിഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നമ്മളൊന്നും ഇനി പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സെമിനാർ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നമ്മുടെ ചരിത്രപരമായി പറയുകയാണെങ്കിൽ ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ പീരീഡ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുണ്ട്. ഈ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടം ചരിത്ര വിദ്യാർത്ഥികൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടം, ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം ഏതുള്ളത്. അപ്പൊ വിദ്യാഭ്യാസപരമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുന്നേയുള്ള കാലഘട്ടം എന്നുള്ളത്, അതായത് കൃത്യമായിട്ട് ചരിത്രം ഒക്കെയും രേഖപ്പെടുത്തി തുടങ്ങുന്നതിന് മുന്നേയുള്ള കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം. ജനങ്ങളൊക്കെ ഇങ്ങനെ, അതായത് മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം, അല്ലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെ ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയും അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലും അവൻ്റെതായിട്ടുള്ള അറിവും സ്കില്ലും ഒക്കെയും നേടിയിരുന്നു. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവും കഴിവും ഒക്കെയും നേടിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ? വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവും, അതുപോലെ തന്നെ അവന്റെ ഷെൽട്ടർ, സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ജനങ്ങൾ അറിവും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സ്കില്ലുകളും ഒക്കെയും ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MK മധുസൂദനൻ അധ്യക്ഷനായി. ഒരു വലിയൊരു മാറ്റത്തിന് ചുവടുവെപ്പാണ് കഴിഞ്ഞ 2 വർഷങ്ങൾ നടന്നു വന്ന. അതിന്റെ ഒരു വിപുലമായ രൂപത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വസ്തുത. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളും ഇതിന്റെ ഭാഗമാവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെയുള്ള സെഷനുകൾ മുഴുവൻ ഈ ഒരു ഹോള്, ഈ ശീതീകരിച്ച ഹോള്, ഇന്നലെയാണത് അതിന്റെ പ്രക്രിയ പൂർത്തിയായത്. അനുബന്ധ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. അതിന്റെ മാനേജ്മെന്റിനുള്ള കടപ്പാട്, പ്രത്യേകിച്ച് ഇത്ര ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും നമുക്കതുകൊണ്ട് സ്വാതന്ത്ര്യം തരികയും ചെയ്ത വലിയ മാനേജ്മെന്റിന്റെ വിശാല മനസ്സിന് മുമ്പിൽ ഒരു പക്ഷെ നമുക്ക് നന്ദി പറയാതെ നമ്മൾ വാക്കുകളില്ല. കാരണം അത്രത്തോളം നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. വിവിധ സർവകലാശാലയിലെ അധ്യാപകരും പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മധുശങ്കർ മീനാക്ഷി സെമിനാറിൽ സംവദിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള മരുന്നോളി, സെക്രട്ടറി ഇസ്മായിൽ പൊയിൽ, സൂപ്രണ്ട് ബാലകൃഷ്ണൻ നമ്പ്യാർ, യൂണിയൻ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. പരസ്പരം മനസ്സിലാക്കുക, അത് ഒരു അനിവാര്യമായ സംഗതിയാണ്. തൊട്ടടുത്ത് 4 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇരുന്നിട്ടും എൻ്റെ തൊട്ടടുത്തിരുന്ന സഹപാഠി, അവരുടെ കുടുംബം, അവരുടെ നാട്, അവരുടെ പരിസരം, അവരുടെ സാമ്പത്തികമടക്കം എന്തെന്ന് പഠിക്കാതെ തിരിഞ്ഞു പോകുന്ന ആളുകളാണ്. അത് അനിവാര്യമായ സംഗതിയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ ഫോർമർ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കഥ, അദ്ദേഹത്തെ പറ്റി ധാരാളം പറയാനുണ്ട്. അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ വായിക്കണം. അങ്ങനെ പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നതിലുപരി നമ്മൾ തേടി പിടിച്ച് പലതും പഠിച്ച് മുന്നേറിയാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലേക്ക്. ഷിംജിത്ത് മൂലയിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അഫ്ന ഹമീദ് നന്ദിയും പറഞ്ഞു. വൈജ്ഞാനത്തിന്റെ വ്യതിരിക്ത മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സെമിനാറിന്റെ ആദ്യ ദിവസം ബികോം ടാക്സ് ആക്ഷന്റെ നേതൃത്വത്തിൽ എക്കണോമിക് ഇംപാക്ട് ഓഫ് GST ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MV പ്രവീൺ, വികസിത് ഭാരത് ആൻഡ് ക്ലൈമറ്റ് റെസ്പോൺസിബിലിറ്റി ഇന്ത്യ ഡ്യുവൽ ചലഞ്ച് എന്ന വിഷയത്തിൽ
കണ്ണൂർ യൂണിവേഴ്സിറ്റി സാമ്പത്തിക വിഭാഗം മേധാവി ഡോക്ടർ ഷഹർബാൻ എന്നിവർ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഹിസ്റ്ററി ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് പ്രസന്റ് എന്ന വിഷയത്തിൽ ഡോക്ടർ ഇ അനസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ചരിത്ര വിഭാഗം മേധാവി, NAM കോളേജ് കല്ലിക്കണ്ടി. ഭാഷയുടെ വ്യാകരണം സാഹിത്യത്തിലും പത്രഭാഷയിലും എന്നതിനെ സംബന്ധിച്ച് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മധുശങ്കർ മീനാക്ഷിയും, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അറബിക് പ്രൊഫഷണൽസ് എന്ന വിഷയത്തിൽ VV അജിതാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, ടെക്നിക്കൽ ഇന്നൊവേഷൻസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിൽ ഡോക്ടർ M അഖിലേഷ്, PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, കാലാവസ്ഥാ ചരിത്രങ്ങൾ, ചൂടുള്ള ലോകത്ത് കഥകൾ എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു എന്ന വിഷയത്തെപ്പറ്റി ഷാജിത്ത് T, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോണ്ടിച്ചേരി, ഹിന്ദി കവിതയിലെ സാമൂഹ്യപരതയെ സംബന്ധിച്ച് ഡോക്ടർ YU ജയ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, സ്മാർട്ട് ലേണിംഗ് വിത്ത് AI എന്നതിൽ മുനഫർ കാപ്പിൽ, UGC ലൈബ്രറിയൻ, NAM കോളേജ് കല്ലിക്കണ്ടി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കൺസ്യൂമർ സെൻട്രിക് സ്ട്രാറ്റജീസ് ഇൻ മോഡേൺ മാർക്കറ്റിംഗ് എന്ന വിഷയത്തിൽ K രാജേഷ്, അസിസ്റ്റന്റ് പ്രൊഫസർ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഗവൺമെന്റ് കോളേജ് മൊകേരി, സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നൊവേഷൻ ഐഡിയാസ് ഇൻ ടു ഇമ്പാക്ട് എന്നതിൽ ഡോക്ടർ KP മുഹമ്മദ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്, നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ഓട്ടോണമസ്, തലൂർ, ഡയബറ്റിക് മെലിറ്റസ് നേരത്തെയുള്ള കണ്ടെത്തൽ, രോഗപുരോഗതി, ചികിത്സ തന്ത്രങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കവിത എന്നിവർ പ്രഭാഷണം നടത്തും. വൈവിധ്യമാർന്ന സെക്ഷനുകളിലൂടെ ചോദ്യോത്തരവേളയും ചർച്ചയും കുട്ടികളിൽ അറിവിന്റെ പുതിയ സരണികൾ തുറക്കുമെന്ന് ഭാരവാഹികളായ മരുന്നോള്ളി കുഞ്ഞബ്ദുള്ളയും പൊയിൽ ഇസ്മയിലും പറഞ്ഞു. പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുന്ന ഒരു സുദിനമാണ് ഇന്ന്. കോളേജിൽ ഈ മാസം 16-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 11 ദിവസത്തെ ദേശീയ വിദ്യാഭ്യാസ സെമിനാർ നടക്കുകയാണ്. ഇന്ത്യയിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിലെ പ്രഗത്ഭരായ അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒക്കെയാണ് ഈ സെമിനാറിൽ ഈ കോളേജിൽ പങ്കെടുക്കുന്നത്. ചരിത്രം മുതൽ ഭാഷ, ലിറ്ററേച്ചർ അടക്കമുള്ള AI അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പലുമൊക്കെ മാനേജ്മെൻറ്റിനോടൊപ്പം കൂട്ടായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ വാതായനങ്ങൾ പിന്നിടുന്നതിന് ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി മാറുകയാണ്. ഇതിൻ്റെ സീസൺ 3 ആണ് ഈ വർഷം ഇവിടെ നടക്കുന്നത്. ഈ സീരീസ് ഗംഭീരമായി വിജയിപ്പിക്കാൻ കൂട്ടായ ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മാനേജറിൻ്റെ പേരിൽ അതിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. 11 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ പരമ്പരയുടെ സമാപന സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ ഡീനും ടീച്ചർ എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടറുമായ ഡോക്ടർ കേളു ഉദ്ഘാടനം ചെയ്യും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുസൂദനൻ അധ്യക്ഷതയും സെമിനാർ കോർഡിനേറ്റർ ഷിംജിത്ത് മൂലയിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും.